എല്ലാവർക്കും റൂട്ടസ് അഗ്രികൾച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫെബ്രുവരി മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ക്ലൈമറ്റ് അത്യാവശ്യം നല്ലപോലെ തന്നെ മാറിയിട്ടുണ്ട്, അത്യാവശ്യം നല്ലപോലെ തന്നെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ ക്ലൈമറ്റിൽ നമ്മുടെ ഏലത്തിന് നല്ല രീതിക്ക് നന കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഈൽഡ് നല്ലപോലെ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പലപ്പോഴും കർഷകർ ഫേസ് ചെയ്യുന്നൊരു വലിയ പ്രശ്നമാണ്, നമ്മൾ ഇറിഗേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് യൂഷ്വലി എല്ലാവരും തന്നെ നമ്മൾ ഓസിലാണ് നനയ്ക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തത്തിലൊന്ന് ഇറിഗേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ലപോലെ ടൈം ലാഗാവുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് വളങ്ങളൊന്നും മണ്ണിലേക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയും നമുക്ക് വരുന്നുണ്ട്. അപ്പം ഇതിനെല്ലാം ഒന്ന് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ മൈക്രോ സ്പ്രിങ്ക്ലർ അഥവാ നമ്മൾ റെയിൻ ഹോസൊക്കെ നമ്മുടെ ജില്ലയിൽ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും കർഷകർക്ക് പലപ്പോഴും അതൊരു തോൽവിയിലേക്കാണ്, ഒരു ഫെയിലറിലേക്കാണ് വരുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മളതിൻ്റെ ഫുള്ള് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഏലകൃഷി എന്ന് പറയുന്നത് വിജയകരമാവുന്നത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ എപ്പോഴും ചെയ്യുമ്പോഴത്തേക്കാണ്. അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കി ആ കാര്യങ്ങൾ നമ്മൾ വേണ്ട രീതി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം, നമുക്ക് ഇറിഗേഷൻ കൊടുക്കുന്ന ഒരു പ്രശ്നം, അത് നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ടെക്നിക്കലായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് നമ്മുടെ മൈക്രോ സ്പ്രിങ്ക്ലറിനെ നമുക്ക് നമ്മുടെ കൃഷിയിടങ്ങളിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ 40 വർഷത്തിന് മേലെയായിട്ട് പരിചയസമ്പത്തുള്ള, അതുപോലെ തന്നെ 2000-ന് മേലെ ഇൻസ്റ്റലേഷൻസൊക്കെ നമ്മുടെ ഇടുക്കി ജില്ലയിൽ ചെയ്തിട്ടുള്ള നമ്മുടെ വെങ്കിട്ടരാമയ്യർ സാറാണ്. നമ്മൾ സാമി എന്നൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് സാറാണ് നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടി നമുക്ക് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ സാർ. നമസ്കാരം. എറണാകുളത്ത് നമുക്ക് ഇറിഗേഷനെ പറ്റി സംസാരിക്കാനായിട്ട് ഒരു വീഡിയോ ചെയ്യണം നിങ്ങൾ വളരെ കാര്യമായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടു. നമ്മൾ കൃഷിക്കാർക്ക് എല്ലാവർക്കും പ്രയോജനമാകുന്ന മാതിരി ഒരു വീഡിയോ ചെയ്യാം. തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം 2-3 സബ്ജക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൈക്രോ സ്പ്രിങ്ക്ലേഴ്സ്, അതേപോലെ നമ്മൾ ഈ റെയിൻഹോസ് ഇറിഗേഷൻ സിസ്റ്റം, പിന്നെ നമ്മൾ ഓസിങ് സിസ്റ്റവും നമ്മൾ പഴയ വലിയ സ്പ്രിങ്ക്ലറിനെ പറ്റി വലിയ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് വെച്ചാൽ അതെല്ലാം എല്ലാവർക്കും കാര്യങ്ങളെല്ലാം അറിയാം. ആൾമോസ്റ്റ് ഈ വലിയ സ്പ്രിങ്ക്ലറെല്ലാം നിന്ന് പോയി. അതിപ്പോൾ ആർക്കും അത്രയധികം വെള്ളമില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ നോക്കണം. ഇപ്പോൾ മൈക്രോ സ്പ്രിങ്ക്ലേഴ്സ് എന്ന് പറയുമ്പോൾ സാധാരണ അതിൽ വരുന്ന എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അതെങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. നമ്മൾ നോർമലി വന്ന് ഏതൊരു ബേസിക്കലായിട്ടുള്ള ഒരു മൈക്രോ സിസ്റ്റം ചെയ്യുകയാണെങ്കിലും അതിൽ 2-3 ഫാക്ടേഴ്സാണ് മെയിനായി നിൽക്കുന്നത്. ഒന്ന്, നമ്മളുടെ പമ്പ് എത്ര വെള്ളം പുറത്ത് ഡിസ്ചാർജ് ആയോ, എത്ര പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തു നമ്മൾ ചെയ്യണമെന്നുള്ള ആദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ആ വരുന്ന വെള്ളം മുഴുവൻ കറക്റ്റായിട്ട് പുറത്ത് ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല. ദെൻ നമ്മൾക്ക് ഈ മൈക്രോ സ്പ്രിങ്ക്ലേഴ്സ് വരുവാണെങ്കിൽ നമുക്ക് ഒരു റിക്വയർഡ് പ്രഷർ, ഒരു 3 kg പ്രഷർ നമുക്ക് എപ്പോഴും ലൈനിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഇത് വളരെ പെർഫെക്ഷനായി വരും. യൂഷ്വലി നമ്മുടെയൊക്കെ ഇവിടെ ഒരു 1.5 kg എന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇത് ഫെയിലിയറായി നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഈ പല സ്ഥലങ്ങളിലും വന്നിട്ട് താഴെ ഉള്ള സ്ഥലങ്ങൾ നിറയെ വെള്ളം അടിക്കുന്നുണ്ട്, മുകളിൽ വെള്ളമേ അടിക്കുന്നില്ല എന്ന് പറയും. യൂണിഫോമിറ്റി കുറവാണ്. ഏതൊരു മൈക്രോ സിസ്റ്റത്തിൽ നമുക്ക് ബേസിക്കായിട്ട് വേണ്ട യൂണിഫോം ഡിസ്ചാർജ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഒരു മൈക്രോ സ്പ്രിങ്ക്ലറിന് 500 liters per hour വരയ്ക്കും ഡിസ്ചാർജ് ചെയ്യണം. നമ്മളിവിടെ എല്ലാവരുടെയും യൂണിഫോമായിട്ട് ഉപയോഗിക്കുന്ന ആ വൈറ്റ് മൈക്രോ സ്പ്രിങ്ക്ലർ, സുജയുടെ വൈറ്റ് എന്ന് പറയുന്നത്, ചില ആൾക്കാർ അക്വ എന്ന് പറയുന്നത് പല പ്രോഡക്റ്റ് ഉണ്ട്. അതെല്ലാം തന്നെ 500 liters per hour ഡിസ്ചാർജ് ചെയ്യുന്നു. സേ ഫോർ എക്സാമ്പിൾ ഒരു ഏക്കറിൽ 100 മൈക്രോ സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 50,000 ലിറ്റർ വേണം. അപ്പോൾ ഒരു വാളിൽ നമ്മൾ 50 മൈക്രോ സ്പ്രിങ്ക്ലർ അടിക്കുന്നു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ 25,000 ലിറ്റർ വെള്ളം പമ്പ് ചെയ്യുന്ന ഒരു പമ്പ് സെറ്റ് നമുക്കുണ്ടെങ്കിൽ ഈ 50 മൈക്രോ സ്പ്രിങ്ക്ലർ 3 kg പ്രഷറിൽ വർക്ക് ചെയ്യുള്ളൂ. അതേസമയം നമുക്ക് 15,000 ലിറ്റർ വെള്ളം കൊടുക്കുന്നുണ്ടെങ്കിലും ഈ 50 മൈക്രോ സ്പ്രിങ്ക്ലറും വർക്ക് ആവും. പക്ഷേ ആ സമയത്ത് 1.5 kg പ്രഷറിൽ ലൈനിൽ ഉണ്ടാവുള്ളൂ. ഈ 1.5 kg പ്രഷർ ലൈനിൽ വരുമ്പോൾ താഴെയുള്ള സ്പ്രിങ്ക്ലർ നിറയെ വെള്ളം അടിക്കില്ല, മുകളിലുള്ള സ്പ്രിങ്ക്ലർ വെള്ളം കിട്ടാതെ പലപ്പോഴും. അതുകൊണ്ടാണ് നമ്മൾ പറയേണ്ടത് മൈക്രോ സ്പ്രിങ്ക്ലർ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ 3 kg പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ പലപ്പോഴും ഫീൽഡിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്, യൂണിഫോം ആയിട്ട് നമുക്ക് വെള്ളം എല്ലായിടത്തും ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ വേനൽ സമയത്ത് നല്ലപോലെ നമ്മൾ നനയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് റൺ ചെയ്യുന്നതേ ഉള്ളൂ. നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ ബോധമായിട്ടല്ലാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും ചില ഏരിയാസിൽ മാത്രം അഴുകിൽ നല്ല രീതിയിൽ കാണുന്നുണ്ട്, ചില ഏരിയയിൽ നല്ല ഡ്രൈ സ്പെല്ലുമാണ്. അപ്പോൾ നമ്മൾ ഫീൽഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഭയങ്കര ഒരു അൺയൂണിഫോം ആയിട്ടാണ്. നമുക്ക് ഒരു പ്രോപ്പർ യൂണിഫോം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുതന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ കുഴിയായിട്ട് താഴ്ന്ന സ്ഥലങ്ങളിൽ നിറയെ വെള്ളം വീഴും, മുകളിൽ വെള്ളം കിട്ടില്ല. അപ്പോൾ അവിടെ റിച്ചായി പോവുകയും ചെയ്യും. ഇവർ അരമണിക്കൂർ ഓടിക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി
30,000 ലിറ്റേഴ്സ് പെർ അവർ വരുന്നവിടെ 15,000 ലിറ്റേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ താഴെ മാത്രം കണ്ടമാൻ ഡിസ്ചാർജ് മുകളിൽ ഡിസ്ചാർജ് കുറവായിരിക്കും. അപ്പോൾ ആ ഒരു പോക്കറ്റിൽ നിറയെ വെള്ളം വീഴുന്നുണ്ട്. അവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു അഴുകൽ വരാനുള്ള ചാൻസ് ഉണ്ട്. നിറയെ ഫാക്ടേഴ്സിലാണ് അഴുകൽ വരുന്നത്. ഇതൊരു ഫാക്ടർ മാത്രമല്ല, മഴക്കാലത്ത് മഴ അധികമായി വരാം, അതൊക്കെ വേറെ കാര്യം. ഈ എഞ്ചിനീയറിംഗ് ഡിഫക്റ്റ് വന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂണിഫോമായിട്ട് എല്ലാവരുടെയും കൊടുക്കുക എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യണം. അതാണ് കാര്യം. പലപ്പോഴും ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പല സിസ്റ്റത്തിലും ഒരു ഫെയിലർ ആവാനുള്ള മെയിൻ കാരണം എനിക്ക് തോന്നുന്നത് ഇതൊക്കെ തന്നെയാണ്. കർഷകർ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ബോധപ്പെടാവേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ ഈ യൂണിഫോമിറ്റിനെ കുറിച്ച് കുറച്ചുകൂടെ, ആ പ്രഷറിനെ കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കി ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രോപ്പർ സക്സസ് ആവാൻ പറ്റുള്ളൂ. യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ ഞങ്ങൾ വി പുട്ട് ലോട്ട് ഓഫ് എഫേർട്സ് ഓൺ ദാറ്റ് ഏരിയ. നിറയെ ഡാറ്റാസ് നമുക്ക് കിട്ടണം. എങ്ങനെയൊക്കെ ഉണ്ട്, ചരിവുണ്ട്, ഇപ്പോൾ അതിൻ്റെ ഹൈറ്റ് എത്രയുണ്ട്, പമ്പിന് ഡിസ്ചാർജ് ഉണ്ട്, ഏതൊക്കെ സ്ഥലത്ത് എത്ര വരണം, എന്താണ്, ഇതെല്ലാം കിട്ടിയ ശേഷം അതിൻ്റെ ബൈനാക്കുലർ നമ്മുടെ ആ സിസ്റ്റത്തിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തുകൊണ്ട് പോകണം. ആദ്യം 2 ഇഞ്ച്, 1.5 ഇഞ്ച്, 1.25 ഇഞ്ച്, അതേമാതിരി 20 ml സ്റ്റാർട്ട് ചെയ്തിട്ട് 16 mm. അപ്പോൾ 16 mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4 സ്പ്രിംഗ്ലറിനുള്ള വെള്ളം അടിക്കുള്ളൂ. ബാക്കിയുള്ള വെള്ളമെല്ലാം പുറകോട്ട് തള്ളും. അപ്പോൾ ബാക്കിയുള്ള വെള്ളം പുറകോട്ട് തള്ളുമ്പോൾ ഇതിന് വെള്ളം കിട്ടും. അതിന് മാക്സിമം ആ കൊടുക്കുമ്പോൾ നമുക്ക് യൂണിഫോം ഡിസ്ചാർജ് കൊണ്ടുവരാൻ പറ്റും. ഇത്രയും എഫേർട്സ് ചെയ്താൽ മാത്രമേ യൂണിഫോം വരുള്ളൂ. യൂണിഫോം വന്നു കഴിഞ്ഞാൽ സക്സസ് ആണ്. യൂണിഫോം വരുമ്പോൾ നമുക്ക് അത് മാത്രമുള്ള സക്സസ്, നമുക്ക് യൂണിഫോമായിട്ട് എല്ലാവിടെയും വെള്ളം കിട്ടുമ്പോൾ ഫെർട്ടിഗേഷൻ ചെയ്യുമ്പോൾ വളരെ പ്രയോജനമായിരിക്കും. എന്താ വെച്ചാൽ എല്ലാവരുടെയും കറക്റ്റായിട്ട് ഫെർട്ടിഗേഷൻ യൂണിഫോമായിട്ട് പോകും. അപ്പോൾ നമുക്ക് ആ ഫെർട്ടിഗേഷൻ്റെ കാര്യം നമുക്ക് തീർച്ചയായിട്ടും പിന്നീട് നമുക്ക് പറയാം. ഇപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞു നമ്മൾ യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി 3 kg പ്രഷർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയും. അത് മാത്രമാണ് ഇതിനകത്തൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ റീസൺസ് ഉണ്ടോ? നമ്മുടെ ഹൈ റേഞ്ചിൽ ചില ഡ്രോബാക്സ് ഉണ്ട്. ഹൈ റേഞ്ചിൽ നമ്മൾ അവസരത്തിനൊന്ന് പല കമ്പനികൾ, പല ആൾക്കാരുടെ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അതിൽ ISI എല്ലാം ഉണ്ട്. ഇപ്പോൾ പൈപ്പിന് ISI ഉണ്ട്. ISI കിട്ടുന്നത് ഓടിക്കാണ് ISI കിട്ടുന്നത്. ID എങ്ങനെയുണ്ടെന്നുള്ള അറിയില്ല. അവർ ഏത് പ്രോഡക്റ്റും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ID ഇല്ലെങ്കിൽ ചില സമയത്ത് ബൾജിങ് ഉണ്ടാവും. ഈ ബൾജിങ് ഒക്കെ വരുമ്പോൾ അവസാനത്തെ 2-3 സ്പ്രിംഗ്ലറിന് പൈപ്പിനുള്ള വെള്ളമേ കിട്ടില്ല. ആദ്യത്തിന് കിട്ടും, ആദ്യം കഴിഞ്ഞാൽ ബാക്കിയുള്ള വെള്ളം അവിടെ സ്റ്റക്കായി നിൽക്കും. അപ്പോൾ ഈ ഓടി മാത്രമല്ല ID, അതിൽ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സുകളുടെ ക്വാളിറ്റിയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത്രയും പ്രഷറുള്ള സ്ഥലത്തിലേക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഒരു കമ്പനിയും പൈപ്പ് ഉണ്ടാക്കുന്നില്ല. ചില സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനികൾ ചില സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഇവിടത്തിന് വേണ്ടിയല്ല അവർ ഈ പൈപ്പ് ഉണ്ടാക്കുന്നത്. താഴെ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ പ്ലേസിനോ ഡ്രിപ്പ് ഇറിഗേഷനോ വേണ്ടി അതിന് വളരെ ചെറിയ ലോ പ്രഷർ 1 kg 1.5 ബാറിൽ വർക്ക് ചെയ്യുന്ന ഡ്രിപ്പായി വർക്ക് ചെയ്യുന്നുള്ള ആ പൈപ്പൊക്കെ മതി. പക്ഷേ നമ്മളിവിടെ 3 kgയിലും ഈ പ്രഷറിലും കൊടുക്കുമ്പോൾ ആ പ്രോഡക്റ്റ് ODയും IDയും രണ്ടും നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ യൂണിഫോമിറ്റി നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ യൂസ് ചെയ്യുന്ന സിസ്റ്റം ഇവിടെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതലും മാക്സിമം നമ്മൾ അതാ യൂസ് ചെയ്യുന്നത്. അത് പല കാരണവശാൽ നമുക്ക് അങ്ങനെ ആയിപ്പോയി. നമുക്കത് മനസ്സിലാക്കണം എന്താ മാർഗ്ഗമുള്ളത്, കർഷകർക്ക് അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് അങ്ങനെ നമുക്ക് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനിയുടെ ODയും IDയും മാച്ച് ആയിരിക്കും. ഈ ISI മാത്രമല്ല അതിൻ്റെ ഫാക്ടേഴ്സ്, സ്റ്റാൻഡേർഡ് കമ്പനി ഒരു ഫാക്ടറാണ്. നമുക്ക് വേറെ എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്തതിൽ മാർഗ്ഗമുണ്ടോ? ലൈക്ക് കർഷകർ ഒരിക്കലും അത്രയും അങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് അവർ ആ ഫീൽഡിലേക്ക് വളരെ സിമ്പിൾ. ഒരു ലൈനിൽ സ്പ്രിംഗ്ലർ ലാസ്റ്റിൽ വെള്ളം കിട്ടി ആ ഓസ് 2 സ്ഥലത്ത് പൊട്ടി നോക്കുക, അതിനകത്തെല്ലാം കുമിളികളുണ്ടാവും. സാർ, ഇപ്പോൾ ഇത് മാത്രമല്ലാതെ നമുക്ക് വേറെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ ഈ മൈക്രോ സ്പ്രിംഗ്ലർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഫേസ് ചെയ്യേണ്ട വേറെ എന്തൊക്കെ പ്രശ്നമാണ് നമുക്കുള്ളത്? മൈക്രോ സ്പ്രിംഗ്ലേഴ്സിൽ നമുക്ക് ഹൈ പ്രഷർ സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഹേർട്ട് ഓഫ് ദാറ്റ് സിസ്റ്റം, നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് നമ്മളുടെ മെയിനായിട്ട് നമ്മുടെ പമ്പാണ്. പമ്പിന് ഏറ്റവും വലിയ പ്രോബ്ലം എന്താ വെച്ചാൽ ചില സമയത്ത് അതിന് ഡിസ്ചാർജ് കുറയും, ചില സമയത്ത് കൂടും. അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് പമ്പിന്. നമ്മൾ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആയിരിക്കില്ല, കുറച്ച് സമയം അതിൻ്റെ ഡിസ്ചാർജ് കുറയും. അപ്പോൾ കുറയുമ്പോൾ നമ്മൾ ഹോൾ മൈക്രോ സ്പ്രിംഗ്ലേഴ്സും അങ്ങനെ വർക്കിംഗ് കംപ്ലീറ്റ് താഴെ പോയി. ആദ്യം ഇൻസ്റ്റാൾ ദിവസം നല്ല പെർഫെക്ഷൻ ആയിരിക്കും എല്ലാവർക്കും, കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ താഴെ ഇങ്ങനെ പോകും. സോ അതുമാതിരിയുള്ള പ്രോബ്ലങ്ങളൊക്കെ വരില്ല. അപ്പോൾ നമ്മൾ ഈ ഹേർട്ട് ഓഫ് ദ സിസ്റ്റം പമ്പിനെ വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അത് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന ഫിറ്റിങ്സുകൾ എല്ലാം തന്നെ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് പല ആൾക്കാരും ഈ പൈപ്പിൽ ഇങ്ങനെ ഡ്രില്ല് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അതിന് പകരം സാഡിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചെറുതായിട്ട് ഒന്ന് ആടിയാലും ഈ പൈപ്പിട്ട് ഒരു സാധനം കൊടുക്കുമ്പോൾ അത് ചെറിയൊരു പിടുത്തമേ ഉള്ളൂ. അതെല്ലാം ഡ്രിപ്പ് ഇറിഗേഷൻ വേണ്ടി ഡിസൈൻ ചെയ്ത സിസ്റ്റമാണ്. അപ്പോൾ അത് ടക്കുന്ന് വിട്ടുപോകും, അവിടെ പൂക്കുറ്റിമാർ വെള്ളം അടിക്കും. അപ്പോൾ അത് 4 പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആപ്പാട് ദേഷ്യം വരും, പ്രശ്നങ്ങളായി മാറും. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട സിസ്റ്റങ്ങൾ നല്ല സിസ്റ്റമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ. പല ആൾക്കാർ ഇത് ചെയ്തിട്ടുണ്ടാകും, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാകും, ഓടിക്കൊണ്ടിരിക്കാം. അവരുടെ അടുത്തൊരു എസ്റ്റേറ്റ് ഞങ്ങൾ പോയി ഇതെല്ലാം ചെയ്തു പോകും, അയ്യോ ഇത്രയും നല്ലപോലെ അടിക്കുന്നുള്ളൂ, ഇത് നമുക്ക് പണ്ട് അറിയാതെ പോയല്ലോ എന്ന് അപ്പോഴാണ് അവർക്ക് അറിയുന്നത്. ഈ ഡെഡായിട്ടുള്ള സിസ്റ്റം തന്നെ വെച്ച് കുറേ കാലം ഓടിച്ചുകൊണ്ട് എന്നിട്ട് അവർക്കെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് പല ആൾക്കാരും. ശരിക്കും എന്താണെന്ന് വേണ്ടത് അറിയാത്ത ആൾക്കാരാണ് നിറയെ ആൾക്കാർ നമ്മളെ കാണുന്നത്. ഇത് കാണുമ്പോഴാണ് അവർക്ക് ഇത് കാര്യങ്ങളെല്ലാം അറിയുന്നത്. സോ ഹേർട്ട് ഓഫ് ദ സിസ്റ്റം പമ്പ് വന്ന് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ, പമ്പിനെ സെലക്ട് ചെയ്യുമ്പോൾ
വളരെ കറക്റ്റായി ചെയ്യുക. എത്ര വെള്ളം അതിനെക്കാട്ടിലും 20% 30% കുറച്ച് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ. ഇപ്പോൾ ആ പമ്പിന് വന്ന് 20,000 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ 17,000 ലിറ്റർ വെള്ളമായി നാളെ മാറും എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഡിസ്ചാർജ് നമ്പർ ഓഫ് സ്പ്രിംഗ്ലേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും വരത്തില്ല. അപ്പോൾ നമുക്കറിയാം ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ നനച്ചാൽ മാത്രം പോരാ. നമ്മുടെ ചെടികൾക്ക് അത്യാവശ്യം വളം കൂടെ ലഭിച്ചില്ലെങ്കിൽ നമുക്ക് ചെടികൾക്ക് പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻ ലഭിക്കാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് വളം നമ്മുടെ ചെടികൾക്ക് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റും, നമുക്ക് എങ്ങനെ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ന്യൂട്രീഷൻ നമ്മുടെ ചെടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് സുജയുടെ ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് ഫെർട്ടിഗേഷൻ പമ്പുണ്ട്. അത് നമുക്കിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു യൂണിഫോം ഡിസ്ചാർജ് ഇപ്പോൾ നമുക്ക് എല്ലാവരും ആയിക്കഴിഞ്ഞുവെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സ്ലൈറ്റ് ഡോസ് ഓഫ് ഒരു ഫെർട്ടിലൈസർ അതിലൂടെ വെള്ളത്തിൻ്റെ കൂടെ ഒരു ഡോസ് ഫെർട്ടിലൈസറും കൂടി ചേർത്ത് അതിനോട്ട് കൊടുക്കാം. ഒരു മണിക്കൂറിൽ 400 to 500 ലിറ്റർ പെർ അവർ ഫെർട്ടിലൈസർ ലൈന് അതിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണത്. അപ്പോൾ നമുക്ക് വെള്ളവും പോകുന്നു വളവും പോകുന്നു. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മൈക്രോ സ്പ്രിംഗ്ലറിൽ ഒരു 1/2 ഏക്കർ ഏരിയ അടിക്കുന്നു എന്ന് വിചാരിച്ചോളൂ. അതിൽ പോളിഫീഡ് എന്ന് പറഞ്ഞൊരു വളമാണെന്ന് വിചാരിച്ചു. 1/2 ഏക്കറിന് വന്ന് പോളിഫീഡ് 5 കിലോ വേണമെന്ന് വെക്കില്ല. 5 കിലോന് നമ്മൾ ഒരു 100 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കുക, അതിനകത്ത് സക്ഷൻ ഹോസ് ഇടുക, വലിക്കുക. ആ 100 ലിറ്റർ വെള്ളത്തിന് അരമണിക്കൂർ കൊണ്ട് അതിനകത്തേക്ക് കയറ്റി വിടുക. അല്ലെങ്കിൽ 200 ലിറ്റർ വെള്ളം, ഒരു മണിക്കൂർ നമ്മൾ 400 ലിറ്റർ ഞാൻ പറഞ്ഞു. അപ്പോൾ 200 ലിറ്റർ വെള്ളത്തിനോട്ട് കലക്കി കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് ആ വെള്ളം വലിച്ച് അതിനോട്ട് 4 പ്രാവശ്യം 5 പ്രാവശ്യം അടിക്കുമ്പോൾ നമുക്ക് ആ ടെക്നിക്ക് മനസ്സിലാക്കി. നമ്മൾ മോർ ദാൻ 100 പമ്പ്സ് അതിപ്പോൾ മാർക്കറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് 4-5 വർഷമായിട്ട്. അവരെല്ലാവരും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അവരെല്ലാം നമുക്ക് ഒരുപാട് ബാക്കപ്പ് പറയുന്നുണ്ട്. പക്ഷേ പല ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയില്ല. സർ, അതുപോലെ തന്നെ നമ്മൾ ഈ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ റെയിൻ ഹോസ് സിസ്റ്റം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 7-8 വർഷമായി നമ്മുടെ മാർക്കറ്റിൽ ഓൾറെഡി ഉള്ളതാണ്. പക്ഷേ ഒരു 2-3 years ആയിട്ട് കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നമ്മൾ റെയിൻ ഹോസ് എന്ന് പറയുന്നത്. സർ, അപ്പോൾ അതിൻ്റെയും കൂടെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അതെ, റെയിൻ ഹോസ് 3-4 വർഷമായി വന്നിട്ട് ഇപ്പോൾ നമ്മളത് കുറച്ചുകൂടി കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ലാസർ പ്രിൻറ്റിംഗ് എല്ലാം വന്നിട്ട് കുറച്ചുകൂടി സ്പ്രെഡ് ചെയ്യുന്ന മാതിരി നമ്മൾ ആക്കിയിട്ടുണ്ട്. അതേപോലെ മുമ്പ് വളരെ ലൈറ്റ് ആയിരുന്നു, ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഹെവി ആക്കിയിട്ടുണ്ട്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്ന 7-8 വർഷം അതിന് ലൈഫുണ്ട്. പല ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് അതിന് വേണ്ട ഫിറ്റിങ്സും കാര്യമില്ല. നമുക്ക് നമ്മൾ തന്നെ കുറച്ചുകൂടി പ്രോബ്ലം ഷൂട്ടിംഗ് ചെയ്യാത്ത രൂപത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫിറ്റിങ്സ് എല്ലാം തന്നെ നമുക്കുണ്ട്. നമ്മുടെ സുജയാണ് അത് മാനുഫാക്ചർ ചെയ്യുന്നത്. ആ പ്രോഡക്റ്റ് എല്ലാം തന്നെ. ഓക്കെ, നമ്മളിപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ വളം കൊടുക്കാൻ നേരത്ത് ഒന്ന് നനച്ചിട്ട് പിന്നീട് വളം കൊടുത്ത് അതിനുശേഷം ലൈറ്റ് നനയാൻ കൂടെ അപ്ലൈ ചെയ്യാനുള്ള കാര്യം നമ്മളിപ്പോഴും പറയാനുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ കൂടെ അത്യാവശ്യം വളങ്ങളും കൂടെ കയറ്റി വിടുവാണെങ്കിൽ നമ്മുടെ ആ ന്യൂട്രീഷൻ നീഡ്സ്, നമ്മുടെ ചെടികൾക്ക് വേണ്ട പോഷകങ്ങളും കൂടെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ നമ്മളത് വളം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ നനയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ സാർ, നമുക്ക് ഏറ്റവും സംശയമുള്ളൊരു മേഖലയായിരുന്നു നമ്മുടെ ഈ ഇറിഗേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും കർഷകർക്ക് ഭയങ്കര ഡൗട്ടുള്ളൊരു മേഖലയാണ്. കുറച്ചുകൂടെ അവർ ഡെപ്തിൽ ഇത് മനസ്സിലാക്കിയെങ്കിൽ ഇതിനകത്തൊരു പ്രോപ്പറായിട്ടൊരു വിജയം നമുക്ക് കിട്ടത്തുള്ളൂ എന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പം സാറിൻ്റെ അസിസ്റ്റൻസ് കിട്ടിയതിൽ വളരെയധികം താങ്ക് യു സാർ. നമ്മുടെ കർഷകർക്കെല്ലാം വളരെ ഗുണമുള്ളൊരു കാര്യമാണ്. താങ്ക് യു സാർ. നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും തന്നെ ഉപയോഗപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, പലപ്പോഴും നമ്മൾ വളങ്ങൾ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും മരുന്നുകൾ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ തോട്ടത്തിൽ ഓരോ കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക്, നമ്മുടെ ഇറിഗേഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ അതിനെക്കുറിച്ച് പഠിക്കുക, എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് കൂടുതൽ വിജയകരമാവുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും മനസ്സിലാക്കാതെ ഇതിനെക്കുറിച്ച് ചെയ്യുമ്പോഴത്തേക്ക് പലപ്പോഴും നമ്മൾ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് വിജയകരമാകാതിരിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിന് ടെക്നിക്കൽ സൈഡും കൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ. നമ്മുടെ തോട്ടത്തിൻ്റെ കിടപ്പൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ തോട്ടത്തിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ വളരെയധികം ഗുണകരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനിയും ഇതുപോലത്തെ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ വേണ്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പം നന്ദി.